ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1A. नीली चिड़िया कविता की पंक्तियों गद्यों और प्रश्नों के उत्तर लिखे. इस फुनकी से फुनकी पर उड़कर जाने वाली चिड़िया इन पत्तों में उन पत्तों में ചിപ്കർ ഗാനെ വാലി ചിടിയ. അപ്പം ഈ ഒരു വരിയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നാലേ നമുക്കതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, യേ പങ്ക്തിയോ കിസ്കെ ബാരെ മേ ഹേ. ഈ വരികൾ ആരെ കുറിച്ചാണ്? ഓപ്ഷൻ എ പത്തോ കെ ബാരെ മേം, ഇലകളെ കുറിച്ച്. ഫുനക്കി കെ ബാരെ മേം, ഓപ്ഷൻ ബി ആണ് ഫുനക്കി കി ബാരെ മേം. ഫുനക്കി കെ ബാരെ മേം എന്ന് പറഞ്ഞാൽ കൊമ്പിനെ കുറിച്ച്, ഫുനക്കി എന്ന് പറഞ്ഞാൽ കൊമ്പ്. അടുത്തത് ജിഡിയ ക ബാരെ മേം, പക്ഷിയെ കുറിച്ച്. കങ്കാരു കെ ബാരെ മേം, കങ്കാരുവിനെ കുറിച്ച്. അപ്പം ഈ വരി ആരെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? പക്ഷിയെ കുറിച്ചിട്ടാണ്. അപ്പം ജിഡിയ കെ ബാരെ മേം, പക്ഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടാലി ശബ്ദ കെ അർത്ഥ മേം കവിത മേം പ്രയുക്ത ശബ്ദ കോൻ സാ ഹേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ടാലി അതായത് കൊമ്പ് എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ച വാക്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. എ ഓപ്ഷൻ ജിഡിയ, പക്ഷി. ബി ഓപ്ഷൻ ഫുനക്കി, ഫുനക്കി എന്ന് പറഞ്ഞാൽ എന്താ? കൊമ്പ്. ബി സി ഓപ്ഷൻ പഥ, പഥ എന്ന് പറഞ്ഞാൽ ഇല. ഡി ഓപ്ഷൻ ചിപ്കർ, ചിപ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ച് എന്നാണ്. അപ്പോൾ കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഏതാണ്? കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഫുനക്കി ആണ്. ഫുനക്കിയാണ് കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കവിത സേ സമാൻ രൂപവാല ശബ്ദ് ചുൻകർ ലിഖേ. എന്താണ് പറഞ്ഞത്? കവിതയിൽ നിന്നുള്ള സമാന രൂപമുള്ള വാക്ക് എഴുതുക എന്നാണ് പറയുന്നത്. ജയ്സെ ഉദാഹരണം ജാനെ വാലി, പോകുന്ന. അപ്പോൾ നമുക്ക് ആൻസർ വേറെ എന്ത് ചെയ്താം? ഗാനെ വാലി, പാടുന്ന. ജാനെ വാലി എന്ന് പറഞ്ഞാൽ പോകുന്ന, ഗാനെ വാലി എന്ന് പറഞ്ഞാൽ പാടുന്ന. അടുത്തതായി നമുക്കൊരു വരി തന്നിട്ടുണ്ട്. ആ ഒരു വരീൻ്റെ അർത്ഥമുള്ള കവിതയിലുള്ള വരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. കവിത സേ സമാൻ ആശയ വാലി പങ്ക്തിയോ ലിഖേ. അതേ അർത്ഥമുള്ള കവിതയിലെ വരികൾ എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പം ഏതോ അർത്ഥമുള്ളതാണ്? നമുക്കൊരു വരി തന്നിട്ടുണ്ട്. ജിഡിയ ഏക് ടാലി സേ ദൂസരി ടാലി പർ ഉഡ് ജാത്തി ഹേ. പക്ഷി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്താം? ഈസ് ഫുൻകി സേ ഉസ് ഫുൻകി പർ, ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക്. ഉഡ്കർ ജാനെ വാലി ജിഡിയ, പറന്നു പോകുന്ന പക്ഷി. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഈസ് ഫുൻകി സേ ഉസ് ഫുൻകി പർ ഉഡ്കർ ജാനെ വാലേ ചിഡിയ, ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. അഥവാ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സൂചന ബാദൽ കവിത की पंक्तियों पढ़ो और प्रश्नों के उत्तर लिखे. हवा पकड़कर लाती सरा चाय जैसे काले कंबल कितने सुंदर नलगाते बादल पढ़ो जैसे बेटो जैसे. ഇതിൻ്റെ മീനിങ് എന്താണ്? ഹവാ പക്കടുക്കർ ലാത്തി സരസറ, കാറ്റ് സരസറ ശബ്ദത്തോടെ കൊണ്ടുവരുന്നു. ജായേ ജയ്സെ ലാ ഗാലേ കമ്പൽ, കറുത്ത കമ്പിളി പുതപ്പ് പോലെ മൂടുന്നു. കിത്തിനെ സുന്ദർ ലഗാത്തെ ബാദൽ, മേഘങ്ങൾ എത്ര സുന്ദരമായി തോന്നുന്നു. പേടോം ജെയ്സെ ബേഡോം ജെയ്സെ, മരങ്ങളെ പോലെയും ആടുകളെ പോലെയും.
അടുത്ത ക്വസ്റ്റ്യന് ഏം പങ്ക്തിയോ കിസ്കെ ബാരെ മേ ഹെ, ഈ വരികൾ ആരെ കുറിച്ചാണ്? ബാദൽ കെ ബാരെ മേ, മേഘങ്ങളെ കുറിച്ച്. കമ്പൽ കെ ബാരെ മേ, കമ്പിളിയെ കുറിച്ച്. ഹവാ കെ ബാരെ മേ, കാറ്റിനെ കുറിച്ച്. ആസ്മാൻ കെ ബാരെ മേ, ആകാശത്തെ കുറിച്ച്. അപ്പം ഇതെന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? മേഘങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ബാദൽ കെ ബാരെ മേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മേഘ് ഭാഷ കെ ലിയെ കവിത മേം പ്രസ്തുത ശബ്ദ് കോൺ സെ ഹെ, മേഘ എന്ന കവിതയിൽ ഉപയോഗിച്ച വാക്ക് ഏതാണ്? ആൻസർ എന്താണ്? ബാദൽ. എന്താണ്? ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. അടുത്തത് കവിത സെ സഹി പ്രസ്താവന ജുൻകർ ലിഖെ, കവിതയിൽ നിന്നുള്ള ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കമ്പൽ ബാദൽ കെ പകഡ് കർ ലാത്ത ഹെ, കമ്പിളി മേഘത്തെ കൊണ്ടുവരുന്നു. ഹവ ബാദൽ കെ പകഡ് കർ ലാത്ത ഹെ, കാറ്റ് മേഘങ്ങളെ കൊണ്ടുവരുന്നു. ജിഡിയ ബാദൽ കെ പകഡ് കർ ലാത്തി ഹെ, പക്ഷി മേഘങ്ങളെ കൊണ്ടുവരുന്നു. ബാരിഷ് ബാദൽ കെ പകഡ് കർ ലാത്തി ഹെ, മഴ മേഘങ്ങളെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? ഹവ ബാദൽ കെ പകഡ് കർ ലാത്തി ഹെ, കാറ്റ് മേഘങ്ങളെ കൊണ്ടുവരുന്നു എന്നതാണ് ഇതിലെ ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ കവിത സേ സമാൻ ആശയ് വാലി പങ്ക്തിയോം ജുൻകർ ലിയെ, അതേ അർത്ഥമുള്ള കവിതയിലെ വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു വരി തന്നിട്ടുണ്ട്, അതേ സെയിം അർത്ഥമുള്ള വരികൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ആകാശ് മേം ബാദൽ കാലേ കമ്പൽ ജൈസെ ജാതാ ഹെ, ഹവ ബഹുത് സുന്ദർ ലഗാതാ ഹെ, ആകാശത്ത് മേഘങ്ങൾ കറുത്ത കമ്പിളിയെ പോലെ പരക്കുന്നു, അത് വളരെ സുന്ദരമായി തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഏതാണ്? ചായേ ജെയ്സെ ഗാലേ കമ്പൽ, കറുത്ത കമ്പിളിയെ പോലെ മൂടുന്നു. കിത്തിനെ സുന്ദർ ലഗാത്തെ ബാദൽ, മേഘങ്ങൾ വളരെ സുന്ദരമായി തോന്നുന്നു. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രൂരു കഹാനി. രൂരു അബ് ടൈം ആ ഗയാ ബച്ച, അമ്മി की गोद से निकले और बाहर जाकर दोस्त बनाओ. റൂറു, ഇനി സമയം ആയി കുഞ്ഞ്, അമ്മയുടെ മടിയിൽ നിന്ന് പുറത്തു വരികയും പുറത്തു പോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്യൂ. റൂറുനെ ഗോഡ ഡरते हुए झिझकते हुए बिरे से अम्मी की जोब से सिर बाहर നിക്കാല, റൂറു അല്പം ഭയത്തോടെയും മടിച്ചും അമ്മയുടെ പൗച്ചിൽ നിന്ന് തല പുറത്തെടുത്തു. ദുനിയ കിത്തിനി ബഡി ദി, ലോകം എത്ര വലിയതായിരുന്നു. ഉമ്മി കി ഗേദ് സെ നിക്കലെ ഔർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, യഹ് കിസ്നെ കഹാ, അമ്മയുടെ മടിയിൽ നിന്ന് പുറത്തു വരികയും സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്യൂ എന്ന് ആരാണ് പറഞ്ഞത്? ജിഡിയാനെ, പക്ഷി പറഞ്ഞു. കങ്കാരു കെ മാം നെ, കങ്കാരുവിൻ്റെ അമ്മ പറഞ്ഞു. കങ്കാരു കെ ബച്ചേനെ, കങ്കാരുവിൻ്റെ കുഞ്ഞ് പറഞ്ഞു. ബന്ദർനെ, കങ്കാരു പറഞ്ഞു. ശരിയായ ഉത്തരം എന്താണ്? കങ്കാരു കെ മാം നെ, കങ്കാരുവിൻ്റെ അമ്മ പറഞ്ഞു എന്നതാണ്. അടുത്തത് കങ്കാരു കെ ബച്ചേ കെ ക്യാ കർത്തേ ഹേ, കങ്കാരുവിൻ്റെ കുഞ്ഞിനെ എന്ത് എന്ന് വിളിക്കുന്നു? പില്ല, കുഞ്ഞ്. ജോഹസ്, ജോയ്സ്, ജോയ് എന്ന് വിളിക്കുന്നു. ജുച്ച, കോഴിക്കുഞ്ഞ് എന്ന് വിളിക്കുന്നു. ബിലൈഡ, പൂച്ചക്കുഞ്ഞ് എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് വിളിക്കുന്നത്? ജോയ്സ്, ജോയ് എന്നാണ് വിളിക്കുന്നത്. കങ്കാരു കെ ബച്ചേനെ ക്യാ ക്യാ ദേഖേ, കങ്കാരുവിൻ്റെ കുട്ടി എന്തൊക്കെയാണ് കണ്ടത്? കെ അനുസാർ വിവരൺ തയ്യാർ കരെ, ഈ ചിത്രത്തിനനുസരിച്ച് ചിത്രയ്ക്ക് അനുസാർ വിവരൺ തയ്യാർ കരെ, ചിത്രത്തിനനുസരിച്ചിട്ട് വിവരണം എഴുതാനാണ് പറയുന്നത്. ആദ്യത്തേതിൽ പാനി ബർസത്താ ഹേ, പാനി ബർസത്താ ഹേ, അങ്ങനെ പറഞ്ഞാൽ
പെയ്യുന്നു. പാനി ബർസത്താഹെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ, നദി ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പോൾ നദി ബഹ്തീഹെ, നദി ഒഴുകുന്നു. അടുത്തതിൽ നമ്മൾ കണ്ടത് പൂക്കൾ വിരിയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫൂൽ ഗിൽത്തേഹെ, പൂക്കൾ വിരിയുന്നു. അടുത്ത ഫിഗറിൽ എന്താണ് കാണുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. സൂരജ് ഉഗാത്താഹെ, സൂര്യൻ ഉദിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു കുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റ് ഇടുന്നു. സെക്കൻഡിൽ ഒരു കുട്ടി പൊതുസ്ഥലത്താണ് വേസ്റ്റ് ഇടുന്നത്. സൂചന, ചിത്ര ദേഖോ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഈ ചിത്രം നോക്കിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. കുടാ കച്ചടാ കുടേദാൻ മേ ഹി डाले, यह संदेशा देने वाले ചിത്ര कौन सा है? മാലിന്യം കുപ്പത്തൊട്ടിയിൽ തന്നെ ഇടണം എന്ന സന്ദേശം നൽകുന്ന ചിത്രം ഏതാണ്? കേവൽ ചിത്ര 1, ചിത്രം 1 മാത്രം, കേവൽ ചിത്ര 2, ചിത്രം 2 മാത്രം, ചിത്ര 1 ഓർ 2, ചിത്രം 1ഉം 2ഉം, ദോനോം ചിത്ര നഹി, 2ഉം അല്ല എന്നാണ് പറയുന്നത്. അപ്പം ഏതാണ്? ചിത്രം 1 മാത്രമാണ്. കേവൽ ചിത്ര 1, ചിത്രം 1 മാത്രമാണ് ആ ഒരു സന്ദേശം നൽകുന്നത്. കചരാ മുക്ത് കേരൾ വിബൈ പർ പോസ്റ്റർ തയ്യാർ കരോ. അപ്പോൾ മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തിൽ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നത് കചരാ മുക്ത് കേരൾ, മുക്ത കേരളം. കുപ്പൈദാൻ മേം ടാലെ, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക. സ്വച്ഛത സേഹത്ത് കാ ആധാർ ഹേ, ശുചിത്വം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ആണ്. അടുത്തത് സൂചന, സർത്തക്ക് ശബ്ദ് ഡൂങ്കെ ലിഖേ. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് കുറച്ച് അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വാക്കുകൾ ഉണ്ടാക്കാം? ചിടിയ എന്നുണ്ടാക്കാം, പക്ഷി. ചാസ് പുല്ല്, ഡിണ്ടി ചീറ്റി, ബാദൽ മേഘം, മഥലി മത്സ്യം. ഈ വേർഡുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അടുത്തത് സൂചന ഓം കി സഹായത സേ ചിത്ര കഹാനി ബനായേ. അപ്പോൾ സൂചനക്കനുസരിച്ചിട്ട് ചിത്രകഥ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? എന്താണ്? ഒരു സൂര്യനാണ് കാണിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ വാടിയൊരു ചെടിയാണ്. അപ്പം സൂര്യൻ്റെ വെയിലേറ്റിട്ട് ഒരു ചെടി വാടിപ്പോവാണ്. അപ്പം ഒരു പെൺകുട്ടി വന്നിട്ട് ആ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ആ ചെടി എന്ത് ചെയ്തു? നല്ലോണം വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അത് നോക്കി ആ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ള വേർഡ്സ്? ജൽത്ത, സൂരജ്, കത്തുന്ന സൂര്യൻ. മുർജാസ ഫൂൽ, വാടിയ പൂവ്. ചിഞ്ചനെ വാലെ ലടുക്കി, വെള്ളം ഒഴിക്കുന്ന. സിഞ്ചനെ വാലെ ലടുക്കി, വെള്ളം ഒഴിക്കുന്ന പെൺകുട്ടി. ഗില ഉവ ഫൂൽ, വിരിഞ്ഞ പൂവ്. ഗുഷ ലടുക്കി, സന്തോഷമുള്ള പെൺകുട്ടി. എങ്ങനെ എഴുതാം? ഏക് ദിൻ സൂരജ് ബഹുത്ത് തേജ് ജൽ രഹാ ഹെ. ഒരു ദിവസം സൂര്യൻ വളരെ ശക്തമായി ചൂടായി. ബാഗിജെ മേം ഏക് ഫൂൽ മുർജായ ഹുവാദ. തോട്ടത്തിൽ ഒരു പൂവ് വാടിയിരുന്നു. ഏക് ലടുക്കീനെ ഉസ് ഫൂൽ കെ ദേഖ. ഒരു പെൺകുട്ടി ആ പൂവ് കണ്ടു. ലടുക്കീനെ ഫൂൽ കെ പാനി ദിയ. പെൺകുട്ടി പൂവിന് വെള്ളം ഒഴിച്ചു. കുച്ച് സമയ് ബാദ് ഫൂൽ ഗിൽ ഗയ. കുറച്ച് സമയം കഴിഞ്ഞ് പൂവ് വിരിഞ്ഞു. ഫൂൽ കെ ദേഖ് കർ ലടുക്കി ബഹുത്ത് ഖുശാ ഹുയി. പൂ വിരിഞ്ഞത് കണ്ടപ്പോൾ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായി.